വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് സാത്താൻ കുടിയേറുന്നത്. അതുകൊണ്ട് എന്റെ മോൾ ഇതൊന്ന് വായിക്ക. ദൈവവചനം സ്വർഗത്തിലേക്കുള്ള പടിവാതിലാണ്. ദാ സ്വന്തം മകളെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് സ്വർഗം പോകാൻ കാത്തിരിക്കുന്ന പപ്പയും മമ്മിയും വന്നിരിക്കുന്നു ദൈവത്തിന്റെ പേരും പറഞ്ഞു. സ്വർഗം എന്നതേ ഭൂമിയിലാ. ആ ഭൂമിയിൽ സ്വർഗം വിതയ്ക്കാൻ കഴിവില്ലാതെ പോയോരാ എന്റെ പപ്പയും മമ്മിയും. ആരാ പറഞ്ഞത് സ്വന്തം മകള് പ്രസവിച്ച കുഞ്ഞിനെ അവളിൽ നിന്നും മാറ്റിയ സ്വർഗം കിട്ടുമെന്ന്? ആരാ വെളിപാട് തന്നത് മറ്റു മതസ്ഥനെ വിവാഹം ചെയ്താൽ സ്വർഗവാതിൽ പ്രവേശനമില്ലെന്ന്? എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. അയാളുടെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. അതെങ്ങനെ തെറ്റാവും? അത് തെറ്റാണെങ്കിൽ, പപ്പയുടെയും മമ്മിയുടെയും വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ നരകമല്ലേ? ആ നരകം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്ക് എന്റെ മോളെ വേണം. കഴിയോ അവൾ എന്റെ അടുത്ത് കൊണ്ടുവരാൻ? പപ്പ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്റെ മകളെ സ്നേഹിക്കാൻ എനിക്ക് അവകാശമുണ്ട്. മോളെ, ആ കുഞ്ഞ് നിന്റെ മകളല്ലെന്ന് ഞാൻ പറഞ്ഞാൽ? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും പപ്പയുടെ ഉള്ളില് ഒരല്പം മനുഷ്യത്വമില്ല. എനിക്ക് അവൾ എന്റെ മോളാണെന്ന് തെളിയിക്കാൻ വേണ്ടത്ര തെളിവുകളുണ്ട്. ദാ നോക്ക്. ഇതെന്റെ മകളാ. എന്റെ മകള് കുഞ്ഞാറ്റ. ഇവളെ എന്റേതാണെന്ന് തെളിയിക്കാൻ എനിക്ക് ഈ ഫോട്ടോസ് മാത്രം മതി. പോരാ, ഈ ഫോട്ടോയും കൊണ്ട് നീ ഏത് നീതിന്യായ കോടതിയിൽ പോയാലും നിനക്ക് ഭ്രാന്താണെന്ന് എല്ലാരും പറയും. എന്റെ മകളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കാണണോ? കാണണോ പപ്പയ്ക്ക്? അത് കാണില്ല മോളെ. ഞാനതെടുത്തങ്ങ് കത്തിച്ചു. സത്യം നിനക്കും എനിക്കും അറിയാം. ആ കുട്ടി മദ്രാസ് അശ്വിനി ഹോസ്പിറ്റലിൽ നീ ജന്മം കൊടുത്തതാണ്. അതുമാത്രമാണ് ഏക തെളിവും. ആ രേഖകൾ ഞാൻ കത്തിച്ചത് നിന്റെ നന്മയെ കരുതിയ. ഇത്രയും കാലം ഞാൻ അതിനെ വളർത്തി, പുറം ലോകത്താരും അറിയാതെ. അതിന് കാരണം എന്റെ മകൾ പ്രസവിച്ച മകളായതുകൊണ്ടാണ്. ഇപ്പോ അത് നല്ലൊരു കൈകളിലാണ് എത്തിയിരിക്കുന്നത്. ആ സബ് കളക്ടർ പൊന്നുപോലെ അവളെ വളർത്തും. അതിനെ മറക്ക്. നമുക്ക് പോകാം. നിനക്കൊരു ജീവിതം പപ്പയുണ്ടാക്കി തരാം. എനിക്ക് ജന്മം തന്ന ആളായതോട് കൊല്ലുന്നില്ല. സ്വാർത്ഥന നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മകളെ മാത്രം. ആ മകൾ എത്ര നെഞ്ചുരുക്കി കേട്ടിട്ടും ആ കരച്ചിലെ തിരിച്ചറിയാത്ത ദുഷ്ടനാ പപ്പ. പോ, എന്റെ മുന്നിൽ പോ. പോവാനും പറഞ്ഞ്. മോളെ,
മാഡം, ഇത് വരുന്നുണ്ട്. ആ വരുന്ന സ്ത്രീയാ. ഒന്ന് നിൽക്കുവോ? എന്നെ മനസ്സിലായോ? മനസ്സിലാവില്ല, പക്ഷേ എനിക്കറിയാം. സബ് കളക്ടർ സാന്ദ്രാമേനോന്റെ അമ്മയല്ലേ? എനിക്കത്ര പിടികിട്ടുന്നില്ല. തുറന്നു പറയാലോ, നിങ്ങളുടെ മകൾ സാന്ദ്ര മാഡം ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, മാമാട്ടി. അവള് മാമാട്ടിയല്ല, കുഞ്ഞാറ്റ. എന്റെ മകൾ, ഞാൻ പ്രസവിച്ച എന്റെ മകൾ. ഞാൻ നിങ്ങളെ കണ്ടത് അപേക്ഷിക്കാനാ. ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ വേദന മനസ്സിലാവും. അമ്മ മേഡത്തിനോട് പറയണം എന്റെ മകളെ തിരിച്ചു തരാൻ. മാമാട്ടിയുടെ രക്ഷിതാക്കളാണെന്നും പറഞ്ഞ് ഇതിനോടകം പലരും വന്നു. അതൊക്കെ കള്ളമായിരുന്നു. നിങ്ങൾ ആരാണെന്നും മാമാട്ടി നിങ്ങളുടെ മകളാണെന്നും തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകളുമായി സാന്ദ്രയെ തന്നെ കണ്ടാൽ മതി. എന്റെ മകൾ നേരും നെറിവുമുള്ള പെണ്ണ. സത്യം ബോധ്യപ്പെട്ട തരാതിരിക്കില്ല കുട്ടിയെ. അതവൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുമെങ്കിൽ കൂടി ഞാനത് ചെയ്യും അമ്മേ. കാരണം അമ്മ അമ്മയുടെ മകൾ സാന്ദ്രയെ എത്ര സ്നേഹിക്കുന്നുവോ അതിന്റെ 1000 മടങ്ങ് ഞാൻ എന്റെ കുഞ്ഞാറ്റയെ സ്നേഹിക്കുന്നു. മുലയൂട്ടാനും താരാട്ട് മൂളിക്കൊടുക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. ജനിച്ചപ്പോഴേ എന്നെ വേർപ്പെടുത്തിയത് അവളെ. കഴിഞ്ഞ 6 വർഷം ഞാൻ എന്റെ മോളെ തിരയുമായിരുന്നു. അമ്മയുടെ മകളുടെ കൂടെ സാന്ദ്രത്തിൽ വെച്ച ഞാൻ അന്വേഷിച്ച് നടന്ന എന്റെ മകളെ കാണുന്നത്. അവളെ എനിക്ക് വിട്ടുതരാൻ അമ്മയുടെ മോളോട് പറയണം. എന്റെ മകളെ നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്തും. ദാ. അമ്മേ വാ. മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? മാമാട്ടിയുടെ അമ്മയാണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. അവളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് മാമാട്ടിയെ വിട്ടുകൊടുക്കാൻ നിന്നോട് പറയാൻ എന്നോട് പറഞ്ഞു. ഇതാണല്ലേ അമ്മ ഓടിപ്പിടിച്ച് വരാൻ കാരണം? എന്റെ അമ്മേ, ആ സ്ത്രീ ഒരു മാനസിക രോഗിയാ. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഫംഗ്ഷന് പോയപ്പോഴാ അവര് മാമാട്ടിയെ കണ്ടത്. അന്നും അവര് ബഹളം വെച്ചു. ഞാൻ പിന്നീട് നേരിട്ട് പോയി അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോ അവര് പറഞ്ഞത് അവർക്ക് മാമാട്ടിയെ പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാ. ആ ഓർമ്മയിൽ അവരിപ്പോഴും. ആ പെൺകുട്ടിയുടെ ഫാദർ തന്നെ എന്നെ വന്ന് കണ്ടു പറഞ്ഞു അതിന് മെന്റൽ ഡിപ്രഷനാ, ഇങ്ങനെ പല പല ആവശ്യങ്ങളുമായി വരും, സൂക്ഷിക്കണമെന്നൊക്കെ. എനിക്കത്ര വിശ്വാസം പോരാ. നീ സൂക്ഷിക്കണം. ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ഒരമ്മയുടെ ഭാവം മുഴുവനുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ദേ,
അമ്മ ഇങ്ങോട്ട് വന്നേ. വാ. എന്തിനാ നിങ്ങൾ എന്റെ അമ്മയെ കാണാൻ വന്നത്? മാമാട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ നിങ്ങളെ വന്ന് കണ്ടിരുന്നല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിങ്ങൾ പറഞ്ഞതാന്ന്. എന്റെ അമ്മയെ കണ്ട് വീണ്ടും പറയുന്നു അത് നിങ്ങളുടെ കുട്ടിയാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? മാഡത്തിന്റെ കയ്യിലുള്ള മാമാട്ടി എന്റെ മകൾ കുഞ്ഞാറ്റയാണ്. എനിക്ക് അവളെ തിരിച്ചു തരണം. എന്റെ മാമാട്ടി എങ്ങനെ നിങ്ങളുടെ കുഞ്ഞാറ്റയാവും? അവൾ എന്റെ മകളാണ്. നിങ്ങളുടെ മകളാണെങ്കിൽ മാമാട്ടി നിങ്ങളെ തിരിച്ചറിയണമല്ലോ. ദാ വണ്ടിയിലിരിക്കുന്നു ആ കുട്ടി. നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഒരു ചെറിയ തെളിവെങ്കിലും അവൾ പ്രകടിപ്പിക്കട്ടെ. നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഒരു തെളിവ്. മാഡം പറഞ്ഞതുപോലെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ അവൾ എന്നെ തിരിച്ചറിയണമെന്നില്ല. അവളെ കുഞ്ഞായിരിക്കുമ്പോഴേ അവളെ നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്നാലും പ്രകൃതിദത്തമായൊരു കഴിവ് കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയെ തിരിച്ചറിയാനുള്ള കഴിവ്. പക്ഷേ അതിന് ഞാൻ അവളുമായിട്ട് ഇടപഴകണം. അത് മാഡം സമ്മതിക്കോ? അതൊന്നും പറ്റില്ല. ശരി, എനിക്കൊന്ന് അടുത്ത് കാണാമല്ലോ. മോളെ, കുഞ്ഞാറ്റെ, നീ എന്റെ മോളാ. മോളെ, ഞാൻ മോളുടെ അമ്മയാ. മോളെ, മോളെ, അവിടെ നിക്ക്. അയ്യോ, മോളെ, മാഡം, മോളെ, അവിടെ നിക്ക്. മോളെ, നിക്ക്.
പറ്റിയ? എനിക്ക് കാണണം എന്റെ മോളെ. കുഞ്ഞേറ്റെ, കുഞ്ഞേറ്റെ മോളെ. മാഡം, കുട്ടിയെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. പോണം. എനിക്കെന്റെ മോളെ കാണണം. എന്നെ വിട്. എനിക്ക് പോണം. മാഡം, എനിക്കെന്റെ മോളെ കാണണം. മാഡം, എന്നെ വിട്. മാഡം, വിട്. എനിക്ക് പോണം. വേണ്ട, കാണണ്ട, എങ്ങും പോവുകയും വേണ്ട. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആപത്ത് വരാൻ കാരണം നീയാണ്. നീ ശരിക്കും ഒരു ഭ്രാന്തിയാണ്. എന്തിനാ അതിനെ ഓടിച്ചത്? എന്തിനാ അതിനെ പിടിച്ചെടുക്കാൻ നോക്കി? നിനക്ക് ആ കുട്ടി നിന്റെ മകളായി തോന്നിയിരിക്കാം, പക്ഷെ ആ കുട്ടിക്ക് നീ ആരുമല്ല. അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് ആ കുട്ടിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം. അതിന് കാരണക്കാരൻ പപ്പയാ. എന്റെ അടുത്ത് എടുത്തോണ്ട് പോയത് പപ്പയാ. വർഷങ്ങളായി എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയത് പപ്പയാ. ഞാനൊന്നും പപ്പ വിളമ്പണ്ട. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞാ നിനക്ക് നല്ലത്. ആ കൊച്ചിനെ അവര് നോക്കിക്കോളൂ. അതിനെ നിന്നെക്കാൾ നന്നായി നോക്കാൻ കഴിവുള്ള സ്ത്രീ അവര്, ആ സബ് കളക്ടർ. ഇനിയും ഹോസ്പിറ്റലിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുട്ടിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത്. എന്റെ മോളെ എനിക്ക് കാണണം. അവളോട് സംസാരിക്കണം. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയണം. കാണണ്ട, സംസാരിക്കണ്ട, എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ട. മിസ്റ്റർ സൂപ്രണ്ട്, ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെയല്ല ഇപ്പൊ പറയുന്നത്. ഇനി ഒരു സ്വാതന്ത്ര്യവും വേണ്ട. ഞാൻ ഇവിടെയും കൊണ്ട് ആശ്രയിൽ പോകുന്നതുവരെ കർശനമായ ശ്രദ്ധ വേണം. എങ്ങും വിടണ്ട, ഒരു പരിഗണനയും വേണ്ട. മനസ്സിലായോ? മാഡം, Oh